നമസ്കാരം. പെൻഡാൻ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ് ഉണ്ടായിരുന്നത്. 24,980 ക്ലോസ് ചെയ്തു. 103 പോയിന്റിന്റെ ഗെയിനാണ്. 0.42% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ 81,644 സെൻസെക്സ് ക്ലോസ് ചെയ്ത് 370 പോയിന്റ് 0.46% ഗെയിനാണ് ഉണ്ടായത്. ഫാർമ ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടറുകളും പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്തത്. ഓയിൽ ആൻഡ് ഗ്യാസ്, ഓട്ടോ, മീഡിയ, FMCG എല്ലാം 1% മുകളിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് 1%, സ്മോൾ ക്യാപ്പ് 0.7% അപ്പിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ GST റിഫോംസ് ആണ്. അത് മാർക്കറ്റിന്റെ സെന്റിമെന്റ്സിനെ നല്ല രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. മറ്റൊന്ന് പോസിറ്റീവ് റെസ്പോൺസ് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യക്ക് ഒരുപക്ഷെ താരിഫ് നീക്കിയേക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു സൂചന വരുന്നുണ്ട്. മറ്റൊന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തന്ത്രപരമായ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ അടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള റിലേഷൻഷിപ്പ് വന്നത്. അതുപോലെ റയർ എർത്ത് മെറ്റലിന്റെ ലഭ്യത പരിഹരിക്കും എന്ന് ചൈനയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ ഇപ്പോൾ സന്ദർശനം നടത്തുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും എന്ന തരത്തിലുള്ളൊരു ശുഭപ്രതീക്ഷയുണ്ട്. ഇതെല്ലാം ഓട്ടോ സെക്ടറിനെ കഴിഞ്ഞ 2 ദിവസമായിട്ട് നല്ല രീതിയിൽ ഒരു പോസിറ്റിവിറ്റി കാണിച്ചിരുന്നു. മാർക്കറ്റിൽ ഇപ്പോഴും ആ പോസിറ്റിവിറ്റി തുടരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ റിലയൻസിന്റെ ജിയോയുടെ താരിഫ് ചേഞ്ച്, അതുകൂടാതെ തന്നെ റിലയൻസിന്റെ പല ബ്രോക്കിംഗ് ഹൗസുകളും S&P ഒക്കെ അപ്ഗ്രേഡ് ചെയ്തതും റിലയൻസിന്റെ സ്റ്റോക്കിൽ ഒരു 2% ഒരു പോസിറ്റിവിറ്റി കണ്ടു. നല്ല വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ് റിലയൻസ്. അതുകൂടെ നിഫ്റ്റിയെ ഇന്ന് 100 പോയിന്റിൽ എത്തിക്കാൻ, മുകളിൽ ക്ലോസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ ട്രംപും പുടിനും സെലൻസ്കിയും തമ്മിലുള്ള ചർച്ച 2 ആഴ്ചക്കുള്ളിൽ തന്നെ നടക്കും. ഒരു ഗ്ലോബലി തന്നെ യുദ്ധം തീരുന്നു എന്ന് ഉള്ള തരത്തിലുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഒരുപക്ഷെ ഇതായിരിക്കാം ഇന്ന് ഡിഫൻസ് സ്റ്റോക്കുകളിൽ പൊതുവെ ഒരു സെല്ലിംഗ് കണ്ടത്. ഏകദേശം 2% മൈനസിലാണ് ഡിഫൻസ് സ്റ്റോക്കുകളെല്ലാം ക്ലോസ് ചെയ്തത്. ട്രംപ് സെലൻസ്കി ചർച്ച ഉദ്ദേശിച്ച രീതിയിലായിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തലും വരുന്നുണ്ട്. ട്രംപ് പുടിന്റെ കണ്ടീഷനുകളിൽ തന്നെ നിലനിൽക്കുന്നു എന്ന്, അതിനു വേണ്ടിയിട്ട് തന്നെ ഒത്തുതീർപ്പുണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. ഇത് ഏഷ്യൻ വിപണിയൊക്കെ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ ജാക്സൺ ഹോളിൽ സിമ്പോസിയത്തിൽ ഫെഡ് ചെയർമാന്റെ ഒരു സ്പീച്ച് ഉണ്ട്. അപ്പൊ ഇതില് ഇൻഫ്ലേഷനെ സംബന്ധിച്ചും അമേരിക്കൻ എക്കോണമിയെ സംബന്ധിച്ചും ഫെഡ് ചെയർമാന്റെ ഒരു അഭിപ്രായം ഉണ്ടാവും. ഇത് ട്രംപുമായിട്ട് ഉടക്കി നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ അഭിപ്രായം മാർക്കറ്റ് പ്രതീക്ഷയോടുകൂടിയാണ് നോക്കുന്നത്. ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കും അമേരിക്കൻ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ രീതിയിൽ തന്നെ ഇപ്പോൾ നീങ്ങുന്നത്. US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ സ്ലൈറ്റ്ലി മൈനസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.